ആദ്യം തന്നെ പറയാൻ പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ടല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോഴും അതിൽ പല കാര്യങ്ങൾക്കും പരിഹാരമായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കിടക്കാൻ ഇടമില്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ അവസാനിപ്പിച്ച് മടങ്ങുന്നവരുടെ എണ്ണം ഇപ്പോൾ നിരവധിയാണ് കേട്ടോ. പല വാർഡുകളിലും അവിടുത്തെ ബെഡില് കൂട്ടത്തോടെയും തറയിലുമൊക്കെ കിടന്നാണ് ഇപ്പോൾ ചികിത്സ പോലും നൽകുന്നത്. ഈ ബെഡിന്റെ പരിമിതി മാത്രമല്ല, അനസ്തേഷ്യ വിഭാഗത്തിൽ അടിയന്തരമായി നിയോഗിക്കേണ്ട പ്രൊഫസറെ പോലും ഇതുവരെയും അധികൃതർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. ഒപ്പം തന്നെയോ നിർബന്ധിത ആശുപത്രി മാറ്റവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട്. പരാധീനതകൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒന്നും ഒരു കുറവുമില്ലാത്ത സ്ഥലങ്ങളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. അതിൽ തന്നെ ഏറ്റവും അധികം പരാതികൾ ഉയർന്നു വരുന്ന സ്ഥലങ്ങളിലൊന്ന് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്തിയും ഒരു ബെഡിൽ 3-4 പേരെ കിടത്തിയും ചികിത്സ നടക്കുന്നു എന്ന വാർത്ത പുതിയതല്ല. തുടർച്ചയായി വിവാദമുണ്ടായതിന് പിന്നാലെ പല വാർഡുകളിലും കൂടുതൽ ബെഡുകൾ സ്ഥാപിച്ചു. അപ്പോഴും രോഗികളുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങളില്ല. 1-2 വാർഡുകളിലടക്കം പലപ്പോഴും പ്രതിസന്ധി രൂക്ഷമാണ്. കിടക്കാൻ സൗകര്യങ്ങളില്ലാതെ രോഗികൾ മറ്റ് ആശുപത്രികളിലേക്ക് പോകുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിരം കാഴ്ചയാണ്. സാധാരണക്കാർ ഏറ്റവും ഒടുവിലെ ആശ്രയമായി എത്തിച്ചേരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മറ്റ് ആശുപത്രികളിലേക്ക് രോഗികളെ റെഫർ ചെയ്യുന്ന സാഹചര്യവുമുണ്ടെന്ന് പരാതി ഉയരുന്നുണ്ട്. മെഡിക്കൽ കോളേജുകാർ പറയുന്നത് അവിടെ ഇതിന് തക്കതായ ഡോക്ടർമാരും ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡോക്ടർമാരും ഇല്ല, ഉപകരണങ്ങളും ഇല്ലെന്നും പറഞ്ഞാണ് നമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ലക്ഷങ്ങൾ വേണമെന്ന് ഈ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്കൊരു നിവർത്തിയില്ലാത്തവരാണ്. അവസാനം ഇപ്പോൾ അവരെല്ലാ ടെസ്റ്റുകളും എല്ലാം നടത്തി അവസാനം ഇപ്പോൾ അവർ പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഞങ്ങൾക്കൊരു നിവർത്തിയില്ല. എങ്ങനെ ചികിത്സിക്കുമെന്ന് ഞങ്ങൾക്കറിയാൻ വയ്യ. മെഡിക്കൽ കോളേജ് ഞങ്ങളെ കൈ ഒഴിഞ്ഞു. പലവിധ കാരണങ്ങൾ കൊണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന വാർത്ത ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാണ്. ഇന്നിപ്പോൾ അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 3 അനസ്തേഷ്യ പ്രൊഫസർമാർ വേണമെന്നാണ് കണക്ക്. മെഡിക്കൽ കോളേജ്, SAT, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്നിവിടങ്ങളിലേക്കാണ് പ്രൊഫസർമാർ വേണ്ടത്. ഇതിൽ അവയവമാറ്റമടക്കം ഏറ്റവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കേണ്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ അനസ്തേഷ്യ പ്രൊഫസർ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഫസർ വിരമിച്ചതിന് ശേഷം പുതിയ ആളെ നിയോഗിച്ചിട്ടില്ല. അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയോഗിച്ചാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുമ്പോഴോ വാർത്ത വരുമ്പോഴോ മാത്രമല്ല ആരോഗ്യരംഗത്ത് ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി ഇടപെടേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് തേടിയതുകൊണ്ട് മാത്രം എല്ലാം ശരിയാവില്ലെന്ന് മന്ത്രി മനസ്സിലാക്കണം. മൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.